ഒമാൻ കടലിൽ യുഎസ് നാവികസേന കപ്പലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ലെബനനിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് യുഎസ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതോടെ മേഖലയിലെ ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. അതിനിടെ മുൻപുണ്ടാക്കിയ വെടിനിർത്തൽ ധാരണകൾ പൂർണ്ണമായും അവഗണിച്ച് ലെബനനിൽ ഇസ്രയേൽ സേന ആക്രമണം തുടരുകയാണ്. ദക്ഷിണ ലെബനനിലും തലസ്ഥാനമായ ബൈറൂത്തിന്റെ പ്രദേശങ്ങളിലും വെള്ളിയാഴ്ചയും ഇസ്രയേൽ രൂക്ഷമായ ബോംബാക്രമണം നടത്തി. മേഖലയിലെ 9 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് അടിയന്തരമായി ഒഴിയാൻ ഇസ്രയേൽ സൈന്യമായ IDF നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ നടത്തിയിരുന്നു. ഏപ്രിൽ 16-ന് ഇരുപക്ഷവും സംബന്ധിച്ച വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാൻ ചർച്ചയിൽ തീരുമാനമായെങ്കിലും തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇസ്രയേൽ ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. തുടർച്ചയായ 2ാം ദിവസവും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരങ്ങൾക്കുള്ള വെട്ടായിരുന്നു US ജനപ്രതിനിധി സഭ പാസാക്കിയ പ്രമേയം. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന ഈ പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടെ ട്രംപ് ഒറ്റപ്പെടുകയാണോ എന്ന ചർച്ചയെയും സജീവമാക്കി. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. 6 പേർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ യുദ്ധത്തിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കമായാണ് പ്രമേയത്തെ വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാൻ പ്രതിനിധി സഭ നടത്തുന്ന 4ാമത്തെ ശ്രമമാണിത്. ജനപ്രതിനിധി സഭയിൽ ഇതാദ്യമായാണ് വിജയം കാണുന്നത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള US സെനറ്റ് കൂടി ഈ പ്രമേയം അംഗീകരിക്കേണ്ടതുണ്ട്. സെനറ്റ് പാസാക്കിയാൽ പോലും ട്രംപിന്റെ ഇറാൻ വിരുദ്ധ സൈനിക നീക്കങ്ങളെ പൂർണ്ണമായി തടയാൻ ഇതിനാകുമോ എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് സംശയമുണ്ട്. സമാനമായൊരു പ്രമേയം കഴിഞ്ഞ മെയ് മാസത്തിൽ സെനറ്റിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും പൂർണ്ണമായ വോട്ടെടുപ്പിലേക്ക് എത്തിയിരുന്നില്ല. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയാണ് ട്രംപ് സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഭരണഘടനയനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പൂർണ്ണമായ അധികാരം കോൺഗ്രസിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇത് ട്രംപ് ലംഘിക്കുകയാണെന്നാണ് ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്നത്. അതേസമയം ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ വ്യക്തമാക്കുന്നതാണ് ഈ വോട്ടെടുപ്പ് ഫലം. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിന് മാത്രമാണ്. അത് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ഞാൻ വോട്ട് ചെയ്തത്. അതിന്റെ പേരിൽ പ്രസിഡന്റിൽ നിന്ന് എന്ത് നടപടി ഉണ്ടായാലും നേരിടാൻ തയ്യാറാണ്, അനുകൂലമായി വോട്ട് ചെയ്ത റിപ്പബ്ലിക്കൻ അംഗം പറഞ്ഞു. ട്രംപിന്റെ നിയമവിരുദ്ധവും ഭാരിച്ചതുമായ ഇറാൻ യുദ്ധത്തിനെതിരെയുള്ള ശക്തമായ ഉഭയകക്ഷി മുന്നറിയിപ്പാണിതെന്ന് ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ പ്രമുഖ ഡെമോക്രാറ്റ് അംഗം പറഞ്ഞു. യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ ട്രംപിന് സാധിച്ചില്ലെന്നും പകരം രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാനും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകാനും മാത്രമേ ഇത് ഉപകരിച്ചുള്ളൂ എന്നും കുറ്റപ്പെടുത്തലുകളുണ്ടായി. പശ്ചിമേഷ്യയിൽ മറ്റൊരു അനന്തമായ യുദ്ധം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി കൂടുതൽ റിപ്പബ്ലിക്കന്മാർ ഇപ്പോൾ ഒപ്പം വരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. US ഇറാൻ യുദ്ധം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച പുറത്തുവിട്ട പുതിയ വിശകലന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ. യുദ്ധം മൂലം എണ്ണയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആഗോള ഭക്ഷ്യസുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്ന് WFP ചൂണ്ടിക്കാണിച്ചു. ജൂൺ അവസാനത്തോടെ എണ്ണവില ബാരലിന് $100 തുടരുകയാണെങ്കിൽ 4.5 കോടിയിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് വീഴുമെന്ന മാർച്ച് മാസത്തെ കണക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണെന്ന് ഏജൻസി വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഭക്ഷ്യവിലയിൽ നേരിയ വർധനവ് മാത്രമേ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും സാമ്പത്തികമായി തകർന്ന പാവപ്പെട്ട രാജ്യങ്ങളിൽ ഇതിനകം തന്നെ കടുത്ത വിലക്കയറ്റം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് WFP റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.